സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവിനോട് സർവേശ്വരൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ? നമ്മൾ ഇത്രയും നാൾ അനുഷ്ഠിക്കുന്നതൊക്കെയാണ്. നമ്മൾ കേട്ടു അഭിഷിക്തരെക്കുറിച്ച്, അഭിഷിക്തരുടെ വിലയെക്കുറിച്ച്. ഇന്നലെ അത് കേട്ടിട്ട് അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരും ഒന്ന് ചേർന്ന് കരങ്ങളുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. നമുക്ക് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷിക്തർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ സംസാരിച്ചത് ഓർമ്മപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു നിറഞ്ഞു നിന്നൊരു ബോധ്യമാണ്. അമ്മ പറഞ്ഞില്ലേ, മക്കളെ പിതൃഭൂമിയിലേക്ക് അമ്മയുടെ കരം പിടിച്ച് വാ, നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന്. അതിനുള്ള വഴികളൊക്കെ അമ്മ പറഞ്ഞു തന്നു. ഇതിനു മുൻപ് അമ്മ പറഞ്ഞിട്ടുണ്ട്, അഭിഷിക്തരും സന്യസ്തരും എന്നോടൊപ്പം ഈ യുദ്ധഭൂമിയിൽ പിശാചിനെതിരെ യുദ്ധം ചെയ്യുന്ന യുദ്ധഭൂമിയിൽ ഏറ്റവും മുൻനിരയിലാണെന്ന്. എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത പരിശുദ്ധാത്മാവ് തന്നതാണെന്ന വിശ്വാസത്തോടെ ഞാൻ പറയാം, നമ്മൾ എവിടേക്കെങ്കിലും യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കുമ്പോൾ, ഇൻവെർട്ടർ ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ കരണ്ട് പോയപ്പോൾ നമ്മളെല്ലാം ഇരുട്ടിലായി. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു വൈദികൻ ആത്മീയ ജീവിതം ഇരുട്ടിലേക്ക് തള്ളിവിടുമ്പോൾ ആ ആത്മാവ് മാത്രമല്ല നശിക്കുന്നത്, ആ ആത്മാവിനെ നോക്കി നിൽക്കുന്ന, പ്രകാശം നോക്കി നിൽക്കുന്ന, ആ വൈദികനെ നോക്കി നിൽക്കുന്ന അനേകരുടെ ജീവിതത്തിലേക്ക് ഇരുട്ടിനെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വൈദികന് തെറ്റുപറ്റിയാൽ നമുക്കും കൂടിയാണ് ആ ഇരുട്ട് വരുന്നത്. അപ്പം നമ്മളവരെ പ്രോത്സാഹിപ്പിക്കണം, പ്രാർത്ഥിക്കണം. ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്തോ, പക്ഷേ ഭക്ഷണം മാത്രം കൊടുത്താൽ മതി കേട്ടോ. സ്നേഹിക്കാം, ആത്മാവിൽ സ്നേഹിക്കാം. ഒരമ്മയാകാം, ഒരു പെങ്ങളാകാം, ഒക്കെ ആകാം. പക്ഷേ പലതും ആയിത്തീരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളും ബലഹീനരാ, ചില സമയങ്ങളിലൊക്കെ പെട്ടുപോയെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ പെടാതെ നോക്കണം, പ്രാർത്ഥിക്കണം. മക്കളെ, അമ്മ പറയാ, മക്കളെ വിശുദ്ധിയുള്ള പ്രാർത്ഥനാ ജീവിതം, ദൈവസ്നേഹത്താൽ എരിയുന്ന ജീവിതം നയിക്കുക. അത് എന്തൊരു വിശേഷണ അമ്മയ്ക്ക്. വിശുദ്ധിയുള്ള പ്രാർത്ഥനാ ജീവിതം ഉള്ളവർക്ക് ദൈവസ്നേഹം കൊണ്ട് കത്തിയെരിയണമെങ്കിൽ ദൈവസ്നേഹം വേണം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ ദൈവവചനം പങ്കുവെക്കുന്നതിന് വേണ്ടി, ഈ 40 ദിനരാത്രങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി എരിഞ്ഞു പ്രാർത്ഥിക്കുന്ന അനേക വൈദികരുണ്ട്, അനേക സിസ്റ്റേഴ്സ് ഉണ്ട്, അനേക അൽമായരുണ്ട്. ഞാൻ വിഭാഗങ്ങളെ തിരിച്ചു പറയുന്നതല്ല, അനേകം ദൈവമക്കളുണ്ട്. എരിയാണ് അവരുടെ ജീവിതം ഇങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കുക. എരിയുന്നെങ്കിൽ അത് തീരുന്നില്ല. അതാണ് വിശുദ്ധിയുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത. പരിശുദ്ധ കന്യകാമറിയം യേശുവിനെ പ്രസവിച്ചു, പക്ഷെ അവൾ കന്യകയാണ്. മോശ മുൾപടർപ്പ് കത്തി എരിയുന്നത് കണ്ടു, പക്ഷെ അത് കത്തി തീർന്നില്ലെന്നാണ് പറയുന്നേ. അതാണ് വിശുദ്ധിയുള്ള ജീവിതത്തിൻ്റെ പ്രതീകം. നമ്മൾ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കണം. എരിയുമ്പോൾ സങ്കടങ്ങൾ വരും, സഹനങ്ങൾ വരും, രോഗങ്ങൾ വരും, ഒറ്റപ്പെടുത്തലുണ്ടാകും, തിരസ്കരണങ്ങളുണ്ടാകും, കുറ്റപ്പെടുത്തലുകളുണ്ടാകും. അതൊക്കെ നമുക്ക് എരിയാനുള്ള വിറക് കൊള്ളിയായിട്ട് സ്വീകരിച്ചാൽ നമ്മളുടെ സ്വഭാവം എന്താ? അത് എരിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതിന് നമുക്ക് വിശുദ്ധിയുള്ള പ്രാർത്ഥനാ ജീവിതം വേണം. പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വിശുദ്ധി വേണം. എന്താണ് ഈ പ്രാർത്ഥനാ ജീവിതത്തിലെ വിശുദ്ധി? കുറേ അറിയാതെ പഠിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതിലൊരു പ്രാർത്ഥനാ ജീവിതമില്ല. അതൊരു പ്രാർത്ഥനയുടെ ഭാഗം മാത്രമാണ്. പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ നന്മയുടെ ജീവിതം. ആരെയും ഉപദ്രവിക്കുന്നില്ല, അതൊരു പുണ്യമാണ്. എന്നാൽ അവരർക്ക് ആവശ്യമുള്ള നന്മ ചെയ്യാതിരിക്കുന്നതും പുണ്യമല്ല. അപ്പോൾ നന്മയുടെ
നമ്മുടെ ജീവിതം നന്മകൾ കൊണ്ട് നിറച്ചിട്ട് പ്രാർത്ഥിക്കുകയും വിശുദ്ധിയിലായിരിക്കുകയും വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സംസാരം കൊണ്ടെല്ലാം കേൾവി കൊണ്ടെല്ലാം ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട, അതങ്ങ് ഉറപ്പിക്കുക ജീവിതത്തിലെ വലിയ മൂല്യമായിട്ട്. ലോകം നീട്ടിത്തരുന്ന മൂല്യങ്ങൾ ദൈവവുമായി നമ്മെ ഐക്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മൂല്യങ്ങളാണെങ്കിൽ, ദൈവവുമായി ഐക്യപ്പെടുത്തുന്ന മൂല്യങ്ങളല്ലെങ്കിൽ അതിനെ ആത്മീയ ചങ്കൂറ്റത്തോടു കൂടെ പിഴുതെറിയാനുള്ളൊരു കൃപയുണ്ടല്ലോ, അതാണ് വിശുദ്ധിയുടെ പ്രാർത്ഥനാ ജീവിതം. കൃപ എന്ന് പറഞ്ഞാൽ എന്താ? കൃപ എന്ന് പറഞ്ഞാൽ കൃപാപൂർണനായ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ രൂപത്തോട് സാദൃശ്യപ്പെടുക. അതാണ് പ്രാർത്ഥനാ ജീവിതം. നമ്മുടെ സൃഷ്ടാവായ ദൈവം കൃപാലുവാണ്, കരുണയാണ്. കൃപയിൽ ജീവിക്കണമെങ്കിൽ കരുണ വേണം. നമ്മുടെ കർത്താവ് കരുണയാണ്. നമ്മൾ കരുണയായി മാറുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം, പ്രാർത്ഥനാ ജീവിതം അത് വിലപിടിപ്പുള്ളതായിത്തീരും, അത് വിശുദ്ധിയുള്ളതായിത്തീരും. കൃപയിൽ നിലനിൽക്കുക. കൃപയിൽ നിലനിൽക്കണമെങ്കിൽ കരുണ ആവശ്യമാണ്. ഈ കരുണ കൊണ്ടാണ് നമുക്ക് ആത്മാക്കളെ നേടാനായിട്ട് പറ്റുള്ളൂ. അത് നമ്മുടെ ജീവിതമാകണം. ജീവിതം പ്രാർത്ഥനയാകണം. നമ്മുടെ ആകാര ഭംഗിയിലോ വടിവത്ത രൂപത്തിലോ അല്ല. ഇത് ഈശോയുടെ അല്ലേ, അതിന് വലിയ കാര്യമുണ്ട്. പക്ഷേ അതിനെ മിനുക്കുന്നതിലല്ല, അതിൻ്റെ ഉള്ളിൽ രഹസ്യം നിറഞ്ഞൊരു ജീവിതമുണ്ട്, പ്രാർത്ഥനാ ജീവിതം. അത് വിശുദ്ധമാക്കി മാറ്റണം. ദൈവസ്നേഹം കൊണ്ട് എരിയണം. ഞാൻ അധികം കൂടുതലൊന്നും പറയുന്നില്ല, ദൈവസ്നേഹം കൊണ്ട് എരിയുക. പലരും ഇന്ന് ജീവിതത്തിൽ പറയുന്നതാ, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, ഞാൻ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുന്നില്ല. മനുഷ്യന് സ്വാഭാവികമായുള്ളൊരു ആഗ്രഹമാണ് സ്നേഹിക്കപ്പെടാനായിട്ട്. എന്നാൽ ദൈവസ്നേഹം നമ്മളിലുണ്ടെങ്കിൽ, അതിനുള്ള ആഗ്രഹം നമ്മളിലുണ്ടെങ്കിൽ, അതിൽ നാം എരിയുന്നുണ്ടെങ്കിൽ എല്ലാ സ്നേഹവും പൂർണ്ണമായിട്ട്, അതായത് ലൗകിക സ്നേഹമല്ല, അശുദ്ധിയുടെ സ്നേഹമല്ല, മറ്റ് നമുക്ക് അർഹതപ്പെട്ട സ്നേഹങ്ങൾ പൂർണ്ണതയിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് സ്നേഹം കിട്ടുന്നില്ല എന്ന് നാം പറയുമ്പോൾ നാം സ്നേഹിക്കുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് ചിന്തിക്കണമേ. ഒരുക്കത്തോടെ ഈ അമ്മയുടെ വിമല ഹൃദയത്തിൽ അഭയം തേടുക. ഒരുക്കത്തോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക. ഒരു അമ്മ പറയുക, മക്കളെ ഒരുക്കത്തോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക. നമ്മൾ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, മോനെ അല്ലെങ്കിൽ മോളെ കൈ കഴുകിയോ, കൈ വൃത്തിയുള്ളതാണോ, മണ്ണിലൊക്കെ ഇരുന്ന് കളിച്ചതല്ലേ, വൃത്തിയുണ്ടോ എന്ന് ചോദിക്കില്ലേ? അവർക്ക് സോപ്പും വെള്ളവും കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ കൈ നമ്മൾ തന്നെ ഒന്ന് കഴുകിച്ചു കൊടുക്കില്ലേ? അതുപോലെ അമ്മ പറയുന്നേ, ഒരുക്കത്തോടെ ദിവ്യകാരുണ്യം സ്വീകരിക്ക്. നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും അഴുക്കുണ്ടോ കുഞ്ഞെ, കുമ്പസാരിക്ക്, അതൊന്ന് കഴുകിക്കളയേ, എന്നിട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്ക്. അല്ലെങ്കിൽ അത് നിനക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം നൽകും. ജപമാല പ്രാർത്ഥനയും വിശ്വാസവും ഭക്തി തീക്ഷ്ണതയും ഉണ്ടായിരിക്കുക. കാരുണ്യവാനായ യേശുവിൻ്റെ കരുണ നിങ്ങളിൽ വർഷിക്കപ്പെടുന്നതിന് പ്രാർത്ഥിക്കുകയും കുരിശിൻ്റെ വഴി സ്വീകരിക്കുകയും ചെയ്യുക. കുരിശിൻ്റെ വഴി, നമ്മൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി മുന്നോട്ട് പോകണമെന്ന് മാത്രമല്ല കേട്ടോ, ആ കുരിശിൻ്റെ ഒരു വഴിയുണ്ടല്ലോ ജീവിതത്തിൽ, സഹനങ്ങളുടെ സന്തോഷം കുരിശിൻ്റെ വഴിയിൽ അനുഭവിച്ചാൽ നീ കുരിശിൻ്റെ വഴിയിൽ പൂർണ്ണനാണ്. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ പറയാ, പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴി കുരിശിൻ്റെ വഴിയാണ്. കുരിശിൻ്റെ വഴി പ്രാർത്ഥന മാത്രമല്ല കേട്ടോ, ജീവിതം. അമ്മ പറയും, മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ കുരിശുണ്ടോ, കാൽവരി ഉണ്ടോ? അമ്മ ചോദിക്കുന്നത് സ്നേഹത്തോടെ. പേടിക്കണ്ട കേട്ടോ, ഞാനും എൻ്റെ തമ്പുരാനും എൻ്റെ പൊന്നുമോനും യേശു അവിടെ ഉണ്ടെന്നേ. നിന്റെ ജീവിതത്തിൽ സഹനമുണ്ടോ? നീ ഉറപ്പിച്ചോ, കർത്താവ് നിന്നെ സന്ദർശിക്കുക. നിന്റെ കർത്താവ് നീ കിടക്കുന്ന കുരിശിനപ്പുറത്ത് കിടപ്പുണ്ട്, അവിടെ ഞാനുണ്ട് ആ കുരിശിൻ ചുവട്ടിൽ. നിനക്ക് ആ കുരിശ് വഹിക്കാനായിട്ട് നിന്റെ കുരിശിൻ്റെ വഴിയിൽ നടന്നു നീങ്ങാൻ എൻ്റെ മകൻ എന്നെ നോക്കിയപ്പോൾ ആ മകന് കിട്ടിയൊരു ധൈര്യമുണ്ട്. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ 4-ാം സ്ഥലത്ത് ധ്യാനിക്കുന്നില്ലേ, അമ്മയുടെയും മകൻ്റെയും കണ്ണുകൾ തമ്മിൽ കണ്ടുമുട്ടി, അവരുടെ ഹൃദയങ്ങൾ സംസാരിച്ചു. അമ്മ പലപ്പോഴും
അനുഭവങ്ങൾ തരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആ കണ്ടുമുട്ടല് യേശുവിന് വലിയ ശക്തി പകർന്നു. അമ്മ പറഞ്ഞു, സാരമില്ലെന്നേ, വീണെടുത്ത് കിടക്കേണ്ട. ഈശോ കിടന്നത് എവിടെയാണെന്നോ? എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ടാണ് ഈശോ വീണത്. വീഴ്ചയിൽ അമ്മയുടെ ഒരു സ്വരമുണ്ട്, കുഞ്ഞെ എഴുന്നേൽക്ക്, 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 മുന്നോട്ട്, കാൽവരിയിലേക്ക് ഇനിയും ദൂരമുണ്ട്, ഇനിയും കുറേയേറെ പാപികളുടെ പാപത്തിന് പരിഹാരം ചെയ്യാനുണ്ട്, എഴുന്നേൽക്കെന്ന് പറയുന്ന അമ്മയുടെ പറയാതെ പറയുന്ന സ്വരം, വിമല ഹൃദയത്തിൻ്റെ ആ സ്വരം ഈശോ കേട്ടു. ഈശോ സംസാരിച്ചു. അമ്മ പറഞ്ഞു ഈശോയോട്, മോനെ ഇനിയും കുറച്ചും കൂടി ഉണ്ട്, ധൈര്യമായി മുന്നോട്ട് പോ. ആ കുരിശിൻ്റെ വഴിയിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശിൻ്റെ വഴിയിൽ താങ്ങാൻ അമ്മയുണ്ട്. അമ്മ പറയാറുണ്ട്, മോളെ നീ സഹിക്കുമ്പോൾ നീ ഒറ്റയ്ക്കല്ല. നിന്റെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ നീ കാൽവരി എത്തിയാലും കാൽവരിയിലേക്കുള്ള വഴിയിലാണെങ്കിലും യേശുവുണ്ട് കൂടെ, ഞാനുണ്ട് കൂടെ. പിതാവ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. നീ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഉരച്ചു നോക്കുന്ന ഉരകല്ലാണ് സഹനമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചില്ലേ? അതുപോലെ കർത്താവിനോടൊപ്പം കുരിശിൻ്റെ വഴിയിലൂടെ മുന്നേറുക, കരുണയ്ക്കായിട്ട് നിലവിളിക്കുക. സഹനം കണ്ട് ആരും പേടിക്കേണ്ട കേട്ടോ. ഈശോയും മാതാവും നമ്മുടെ സഹനങ്ങളെയൊക്കെ കാണുന്നുണ്ട്. ഈശോ അമ്മയുടെ ഹൃദയത്തിലേക്ക് നോക്കിയതുപോലെ ആ കുരിശിൽ കിടന്നിട്ടൊന്ന് നോക്കിയാൽ മതി. അമ്മ താങ്ങും, നമ്മളെ താങ്ങി പിടിക്കും, പിതാവ് ആശീർവദിക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ച് കുരിശിൻ്റെ വഴി സ്വീകരിച്ച് കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു സ്നേഹം അനുഭവിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനും നിരാശപ്പെടുത്തുവാനും അപമാനിതരാക്കാനും സാത്താൻ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് അമ്മ പറയുമ്പോൾ ഈ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് പരിഹാസങ്ങൾ കാർക്കിച്ച് തുപ്പിയിട്ട് വരെയുണ്ട്. പലപ്പോഴും ഞാനീ പറയുമ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ ഞാനുണ്ടല്ലോ, ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ജനങ്ങൾ വരുന്നു, ആക്രോശിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, പണം ഉണ്ടാക്കാനുള്ളൊരു പ്രസ്ഥാനമാണിതെന്ന് പറയുന്നു. വഴിയിലൂടെ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, ഒരു സ്ത്രീ കേൾക്കാൻ പറ്റാത്ത എല്ലാം വിളിച്ചു പറയുന്നു. കുടുംബത്തിൽ സന്തോഷമായിട്ടൊരു സമയം പോലെ ചിലവഴിക്കാൻ പറ്റില്ല. രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ജനങ്ങൾ പലയിടങ്ങളിൽ നിന്ന് വരുന്നു. വിശ്വാസികളും അവിശ്വാസികളും ഭീഷണിപ്പെടുത്തുന്നവരും കൊല്ലാൻ വരുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. പേടിച്ചുപോയി ആദ്യം. എന്തിനാ ഈശോയെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ഒരു സിസ്റ്ററാകാൻ ആഗ്രഹിച്ചിട്ട് അതും സാധിച്ചില്ല. എന്നിട്ട് ഞാൻ ഈശോയുടെ ഇഷ്ടമനുസരിച്ച് വിവാഹിതയായി ഈ ജീവിതം തിരഞ്ഞെടുത്ത് ഒരു കൊച്ചു വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നപ്പോൾ ഈശോയുടെ പദ്ധതിക്ക് മുൻപിൽ ആമേൻ പറഞ്ഞതുകൊണ്ട് അല്ലേ ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് ആദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കർത്താവിനോട്. പക്ഷേ ആ സഹനത്തിൽ പിടിച്ചു നിൽക്കാൻ പരിശുദ്ധ അമ്മ തന്നൊരു ബലമുണ്ടല്ലോ, ആ ബലമാ എന്നെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്, ഈ ലോകത്തിൻ്റെ മുൻപിൽ നിർത്തിയിരിക്കുന്നത്. എന്നെ കാർക്കിച്ച് തുപ്പിയവരുണ്ട്. പലപ്പോഴും അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ നടന്നൊരു സമയമാണ്, തേനും പാലൊക്കെ തരുന്നൊരു സമയം. പെട്ടെന്ന് കരണ്ട് പോയി. രാത്രിയിലും ജനങ്ങൾ വരാറുണ്ടേ. കരണ്ട് പോയി. എമർജൻസി ലൈറ്റ് കുത്തിവെച്ചിരുന്നത് ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരും അപ്പം ഉണ്ട് ഇവിടെ. ആ കരണ്ട് പോയ സമയത്ത് അന്ന് ആ ചെറിയൊരു ഭവനത്തിൽ ആ ശുശ്രൂഷകൾ നടക്കുന്നേ. ആ ജനൽ തുറന്നിട്ടിരിക്കുക. ജപമാല ഞങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മഹത്വത്തിന് മൂന്നാം രഹസ്യമാണെന്ന് എൻ്റെ ഓർമ്മ. പെട്ടെന്ന് കരണ്ട് പോയി. ഇരുട്ടാണ്. എന്തോ മുഖത്ത് വന്ന് പതിച്ചു. ഞാൻ ഉറക്കെ സ്തുതിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ വിചാരിച്ചു തേനും പാലും കയ്യിൽ മാതാവ് ഒഴിച്ചു തരികയെന്ന്. പലരും പോയി അടുക്കളയിൽ പോയി പാത്രം എടുക്കാൻ പോയി, ചിലർ ലൈറ്റ് ഓൺ ചെയ്യാൻ പോയി. അവർ തിരിച്ചു വരുമ്പോൾ കണ്ടത് എൻ്റെ മുഖത്ത് കട്ട കഫവും തുപ്പലവും ഒഴുകുന്നതാ. ഇരുട്ടത്ത് ആരാണെന്ന് ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ കൈ വെച്ചപ്പോൾ ഈ കയ്യിൽ ഒരു കട്ട കഫവും തുപ്പലവും കിട്ടി. തേനും പാലും സ്വീകരിക്കാൻ പാത്രം കൊണ്ട് വരുന്നവർ കണ്ടത് ഈ തുപ്പലും കഫമാണ്. ഇന്ന് എനിക്കിത് പറയാൻ സന്തോഷമുണ്ട്. കാരണം അത് ചെയ്ത വ്യക്തിയൊക്കെ മാനസാന്തരപ്പെട്ടതായിട്ട് മനസ്സിലാക്കി. അന്ന് അതൊരു അവഹേളനത്തിൻ്റെ അടയാളമായിരുന്നു
എന്ന് പലരും പറയാം. ഞാൻ തമ്പുരാൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ വിളിക്ക് പ്രത്യുത്തരം നൽകുമ്പോൾ അങ്ങയുടെ മുഖത്ത് കിട്ടിയ തുപ്പല് യഥാർത്ഥത്തിൽ എനിക്കും കിട്ടൂലേ? അതെന്തൊരു ഭാഗ്യ ഈശോയെ. എന്താണേലും എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കാതെ പോയ എൻ്റെ ആ സഹോദരനെ അങ്ങ് വീണ്ടെടുക്കാൻ ഈ കൊച്ചു സഹന സ്വീകരിക്കണേ എന്ന്. അത് സംഭവിച്ചു. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. ഞാനിന്നിവിടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്വരം കേട്ട് വലിയ വിശുദ്ധയായിട്ട് വലിയ സന്തോഷത്തിലും സുഖത്തിലും ജീവിച്ചിട്ടല്ല കേട്ടോ. കുരിശിൻ്റെ വഴികൾ ഒത്തിരി എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. കുരിശെടുത്ത് തളർന്നോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. വീണു പോയോ? വീഴ്ചയും തളർച്ചയും ഉയർച്ചയും എല്ലാം ഉണ്ടായിരുന്നു. ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകാമോ എല്ലാം ഉണ്ടായിട്ടുണ്ട്. പിടിച്ചു നിൽക്കാൻ പരിശുദ്ധ അമ്മ എനിക്ക് ധൈര്യം തന്നു. നിശബ്ദനായി ഒരു സുവിശേഷമായി ജീവിക്കുന്ന എൻ്റെ ജീവിത പങ്കാളി എനിക്ക് തുണയായിരുന്നു. മറിയൗസേ പിതാവും പരിശുദ്ധ അമ്മയും ഒക്കെ എന്നെ സഹായിച്ചു. ഇന്ന് ഇവിടെ നിന്ന് സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോകുന്നതല്ല, സന്തോഷം കൊണ്ടാ. സഹനത്തിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നതിൽ കവിഞ്ഞ ആത്മാക്കളെ നമുക്ക് നേടാൻ മറ്റൊരു മാർഗമില്ല. നമ്മൾ കൂദാശയായിട്ട് മാറിയാലേ കൂദാശയുടെ ഫലം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ എന്ന് പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ പഠിപ്പിച്ചു. അനേക വൈദികരുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ. ആദ്യം അതിൽ നിന്നും പല സഹനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ കുറവായിരിക്കാം, എൻ്റെ കുറ്റമായിരിക്കാം, എൻ്റെ ബലഹീനതയായിരിക്കാം. ഇത് ഞാൻ ലോകത്തോട് പറയുമ്പോൾ ഓർക്കുക, സുവിശേഷത്തിൻ്റെ പാത ഞെരുക്കമുള്ളതും ഇടുങ്ങിയതുമാണെങ്കിലും അത് സത്യത്തോടും സ്നേഹത്തോടും വിശുദ്ധിയോടും കൂടെ നാം സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം ഈ ലോകത്തിൻ്റെ ഒരു ആഡംബരങ്ങളിൽ നിന്നും ഒരു സുഖത്തിൽ നിന്ന് ലഭിക്കില്ല. അത് സത്യമാണ്, അത് സത്യമാണ്. ഞെരുക്കങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിച്ച സങ്കടങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരു ആത്മീയ ആനന്ദമാണ്. അത് നമുക്ക് സങ്കടങ്ങൾ തരുന്നവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവരത് തന്നുകൊണ്ടിരിക്കും. നമ്മൾ ഓർക്കുക, നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ ദൈവം നിയോഗിച്ച മക്കൾ അത് തരട്ടെ, ആവോളം തരട്ടെ. നമുക്കത് സ്വീകരിക്കാനുള്ള ശക്തിക്കായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞാനിത് പറഞ്ഞു വന്നത് തുടർന്നുള്ള സന്ദേശം അതിനെ ആസ്പദമാക്കിയാണ് അമ്മ പറയുക. യേശു സ്നേഹം അനുഭവിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുവാനും നിരാശപ്പെടുത്തുവാനും അപമാനിതരാക്കാനും സാത്താൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭവനത്തിലൂടെ എൻ്റെ പ്രിയ കുഞ്ഞിലൂടെ നൽകപ്പെടുന്ന വെളിപ്പെടുത്തലുകളും സത്യങ്ങളും കരുതേച്ച് കാണിക്കാൻ അവൻ ശ്രമിക്കുന്നു. ഇപ്പോൾ അവൻ നിരാശ പൂണ്ട് ഒരു ഉപദ്രവകാരിയായി എല്ലാം വികലമാക്കാൻ ശ്രമിക്കുന്നു. അവന് ഇവിടെ ജയമില്ലെന്ന് കണ്ടപ്പോൾ പലതരത്തിലും ഉപദ്രവിച്ചു നോക്കി. ജയിക്കാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവന് നിരാശയായി, ഒരു ഉപദ്രവകാരിയായി മാറിയിരിക്കുന്നു. തെളിവുകൾ നശിപ്പിക്കാനും വ്യാജമായ കുറ്റാരോപണങ്ങൾ ഉന്നയിപ്പിക്കുന്നതിനും അവൻ മനുഷ്യരെ മാത്രമല്ല പിന്നെയോ പ്രകൃതിയുടെ നിയമത്തെ പോലും അവൻ്റെ കോപവെറിയിൽ അവൻ ഉപയോഗിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സന്ദേശമൊക്കെ കേട്ടപ്പോൾ ആദ്യം ദൈവമേ എന്താണ് അവൻ സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പലതും അവൻ പ്രവർത്തിച്ചു, പല തെളിവുകളും നശിപ്പിച്ചു. വളരെ എന്താ പറയുക, ഒരു ക്രിസ്റ്റൽ തെളിവുകൾ പോലും നശിപ്പിക്കാനായിട്ട് സാത്താൻ ശ്രമിച്ചു. ചിലതൊക്കെ നശിച്ചു പോയി. പക്ഷേ ജീവിതത്തിലൂടെയുള്ള തെളിവ് അവന് നശിപ്പിക്കാൻ പറ്റില്ലെന്നേ. കാരണം അത് നമ്മളും യേശുവും തമ്മിലുള്ള ബന്ധമല്ലേ. അത് നശിപ്പിച്ചിട്ട് അവനൊന്നും നേടാൻ പറ്റില്ല. പ്രകൃതിയുടെ നിയമത്തെ പോലും കോപവെറിയിൽ ഉപയോഗിച്ച് പലതും നശിപ്പിച്ചു. അതായത് ചില സംഭവങ്ങളുടെ അടയാളങ്ങൾ, ചിലതൊക്കെ എഴുതി വെച്ചത്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഒത്തിരി നശിപ്പിച്ചു. അതിലൊന്നും തളരാതെ മുന്നോട്ട് പോകാൻ സാധിച്ചത് കർത്താവിൻ്റെ കരുണയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റിദ്ധരിക്കരുത്. ഞാനിത് പറയുമ്പോൾ ഞാൻ നിങ്ങളെക്കാളൊക്കെ വിശുദ്ധയോ ഒന്നുമല്ല.
എളിമയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാപിയാണ്. പശ്ചാത്താപത്തിൻ്റെ മാർഗത്തിലൂടെ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയും ദൈവത്തിൻ്റെ മഹത്വവും മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാൻ ഏത് കടൽ കടന്നും ഏത് കഷ്ടതകൾ സഹിച്ച് മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ പാവം ആത്മാവാണ്. എനിക്കും നിങ്ങൾക്കും ഒരുമിച്ച് മുന്നേറാം. ഈ 40 ദിന പ്രായശ്ചിത്ത പരിഹാര പ്രാർത്ഥന ശുശ്രൂഷ ഇനിയും നീളട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതൊരു ചാനലിലൂടെ മാത്രം നമുക്ക് കിട്ടേണ്ട, നമ്മുടെ ജീവിതത്തിൽ അന്ത്യം വരെയും നമുക്കത് തുടരാം. നന്മയുടെ വെളിച്ചം നമുക്ക് പകർന്നു തരുന്ന എല്ലാ മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാം. നന്മയെ കെടുത്തുന്ന തിന്മയുടെ പ്രതിരൂപങ്ങളെ തിരിച്ചറിയാം. എല്ലാ കല്ലെറിയലുകളും വളർച്ചയിലേക്ക് നമ്മെ നയിക്കട്ടെ. എല്ലാ സഹനങ്ങളും കുരിശോട് നമ്മെ ചേർക്കുന്നൊരു പശയായി തീരട്ടെ. യേശുവിനോട് നമുക്ക് ഒട്ടി നിൽക്കാം. സ്വർഗം നമുക്ക് വിട്ടുകൊടുക്കരുത് ആർക്കും. എല്ലാവരെയും സ്വർഗത്തിലെ സന്തോഷത്തിലേക്ക് സ്വീകരിക്കാൻ അധ്വാനിക്കാം, പ്രാർത്ഥിക്കാം. ആവേ മരിയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്.